ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് സഭയായി ദിവ്യ സംഗീത ഞായറായിട്ട് ആചരിക്കുന്ന ദിവസമാകുന്നുവല്ലോ. സഭയുടെ സംഗീത വിഭാഗമായ DSMCയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗാനങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ തക്കോണം DSMC ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും തുടർന്നും അനുഗ്രഹകരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സെലസ്റ്റിയൽ ഹാർപ്പ് ഗായക സംഘാംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാകുന്നുവല്ലോ. ഗാനങ്ങളിലൂടെ ദൈവം നടത്തിയതായ വിധങ്ങളെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അത് ദൈവനാമൗത്വത്തിനായി തീരുവാൻ തുടർന്നും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ ആശംസയും ഈ സമയത്ത് നേരുകയും ചെയ്യുന്നു. ഇന്ന് സഭയായി ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് കർത്താവിനായി പാടും എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഏതനുഭവങ്ങളിലും കർത്താവിന് വേണ്ടി പാടുവാനായിട്ട്, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഇടയാകണം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തി അരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുക എന്ന്. കൊണ്ട് നമ്മുടെ സുഖകാലങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതനുഭവങ്ങളിലും കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനാധാരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വേദഭാഗം. ഇന്ന് എവങ്കേലിയനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ഇതാണ്. കർത്താവായ യേശുക്രിസ്തു ഉയർപ്പിന് ശേഷം 11 ശിഷ്യന്മാരെ നിയോഗിക്കുന്ന വേദഭാഗമാണ്. ഗ്രേറ്റ് കമ്മീഷനിങ് എന്ന് ഇതിന് പറയാറുണ്ട്. ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യരെ തേടി നടക്കുകയാണ്. എന്നാൽ തൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് ശിഷ്യന്മാർ യേശുവിൻ്റെ അരികിലേക്ക് വന്നു എങ്കിൽ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരെ തേടി നടക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് കാണുന്നത്. താൻ ഉയർത്തു എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശിഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ചിലർ സംശയിക്കുന്നുണ്ട്, ചിലർ വിശ്വസിക്കുന്നുണ്ട്, ചിലർ ആരാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവരെ കൂട്ടിവരുത്തിയിരിക്കുകയാണ്. 28-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യരോട് പറയുവിൻ, അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. അപ്പോൾ ഗലീലയ്ക്ക് താൻ പോകുന്നു എന്ന് പറഞ്ഞ് സ്ത്രീകളെ ചുമതലപ്പെടുത്തി ശിഷ്യരോട് ചെന്ന് പറയുക. സ്ത്രീകൾ ചെന്ന് അവരോട് പറയുന്നു. അതിനനുസരിച്ചിട്ട് അവർ ഗലീലയിൽ കൂടി വരികയാണ്. യേശു അവരെ നിയോഗിച്ച് പുതിയ ചുമതല ഏൽപ്പിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഗലീല തിരഞ്ഞെടുക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് അവിടെ നിന്നാണ്. വീണ്ടും അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു. ഒരു പുതിയ തുടക്കമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, ഈ വേദഭാഗത്ത് നമുക്ക് കാണുന്നത് അധികാരത്തെ പറ്റിയാണ്. 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന്. യേശുവിനെ അധികാരമുള്ളവനായിട്ടാണ് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പവർ എന്നതിനപ്പുറമായി, ഈ ലോകത്തിൻ്റെ കണ്ണിലുള്ള അധികാരം എന്നതിനപ്പുറമായി ഒരു ആധികാരികത നമുക്കിതിൽ കാണും, ഒരു ഉറപ്പ്, ക്രെഡിബിലിറ്റി. കാരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടാണ് അവൻ അവരോട് ഉപദേശിച്ചത്. 9-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പാപങ്ങൾ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് എന്ന്. അപ്പോൾ പാപമോചനത്തിനുള്ള അധികാരം ദൈവം അവന് നൽകിയിട്ടുണ്ട്. അത് ദൈവം അവന് കൊടുത്തതാണ്. 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവം അവന് നൽകിയതായിട്ടുള്ള അധികാരമാണ്. ഇന്നത്തെ ലോകത്തിൽ അധികാരം എന്ന് പറയുന്നത് കീഴ്പ്പെടുത്തുവാനും ഭരിക്കുവാനുമുള്ള അധികാരമാണ്. എന്നാൽ ആ അധികാരത്തിൻ്റെ കണ്ണുകൊണ്ടല്ല, അതിനപ്പുറമായിട്ട് യേശുവിൻ്റെ അധികാരം എന്ന് പറയുന്നത് ശുശ്രൂഷ ചെയ്യാനുള്ള അധികാരമാണ്. അത് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അത് പിൻപറ്റുക എന്ന് പറയുന്നത് അല്പം പ്രയാസമാണ്.
അധികാരത്തിലൂടെ ശുശ്രൂഷിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. 2, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ശിഷ്യത്വത്തിൻ്റെ ചില തലങ്ങളാണ്. 28-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിക്കണം. ഇവിടെ ഒന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ പുറപ്പെടണം. ലോകത്തിൻ്റെ അറ്റത്തോളം പുറപ്പെടുക, യാത്ര ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ സഭയുടെ സ്ഥാപകൻ തോമസ് അപ്പോസ്തലൻ ഈ ആഹ്വാനം അനുസരിച്ചിട്ട് ഭാരതത്തിൽ വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ ബാക്കി ശിഷ്യന്മാരെല്ലാം ലോകത്തിൻ്റെ പല കോണുകളിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായി പോയവരാണ്. ഇരിക്കുന്നിടത്ത് ഇരിക്കാനല്ല, ഇറങ്ങിത്തിരിക്കുക എന്നുള്ള വലിയ ആഹ്വാനം. 2, ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് സ്നാനം കഴിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, സഭയിലേക്ക് ചേർക്കുവാനോ ഒരു ക്രിസ്ത്യാനിയാക്കുവാനായിട്ടുള്ള സ്നാനപ്പെടുത്തലല്ല കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ ശിഷ്യരാക്കുവാനായിട്ടുള്ള സ്നാനപ്പെടുത്തൽ, അത് മറന്നു പോകുവാനായിട്ട് ഇടയാകരുത്. നമ്മുടെ സഭയിൽ മാമോദീസ നൽകുമ്പോൾ ഈ ട്രിനിറ്റേറിയൻ ഫോർമുല അവിടെ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്നാര് മാമോദീസ മുഴുകപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക എന്നുള്ളത്. മറ്റൊന്ന് ഇവിടെ പറയുന്നു, ഉപദേശിക്കുക എന്നുള്ളതാണ്. എന്തുപദേശിക്കണം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിക്കാൻ തക്ക വിധം ഉപദേശിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് ഉപദേശിക്കുവാനായിട്ട് കഴിയണം. അതായത് എന്ത് ഉപദേശിക്കുന്നുവോ പഠിപ്പിക്കുന്നുവോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ ഉപദേശിക്കുന്നവൻ്റെ ഉപദേശത്തിൽ ക്രെഡിബിലിറ്റി തോന്നുകയുള്ളൂ. ഉപദേശിക്കുന്നവർ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. അത് വളരെയധികം റിസ്ക്കാണ്. പറയുന്നത് ചെയ്യുവാനായിട്ട് കഴിയണം. അത് ശിഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ക്രിസ്തു ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവസാന ഭാഗത്ത്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ശിഷ്യരെ നിയോഗിച്ചയക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വലിയ ഉറപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ശിഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഉറപ്പ് ഇതാണ്: ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട് എന്നുള്ളത്. ഇന്നുണ്ടാകും നാളെ ഉണ്ടാകും എന്നല്ല, അതിനപ്പുറമായി എല്ലാ നാളും ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ അനുഭവങ്ങളും കൂടെയുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടെയുണ്ട് എന്നുള്ളതാണ്. ഈ സുവിശേഷം അവസാനിക്കുമ്പോഴും അതുതന്നെയാണ് നമുക്ക് കാണുന്നത്. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ഇമ്മാനുവേലിൻ്റെ അനുഭവമാണ് ഈ ക്രിസ്തു സാന്നിധ്യം. അതുകൊണ്ട് നാം തനിയെയല്ല, ഈ ശുശ്രൂഷയിൽ ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ്. ആ ഉറപ്പ് നമ്മെ വഴി നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായി നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പങ്കുവെക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി ആവോളം പാടുവാൻ ദൈവം നമ്മളെല്ലാവരും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.